തിരുവനന്തപുരം പള്ളിച്ചലിൽ ശ്രീനാരായണ ഗുരുവിന്റെ പ്രതിമ തകർത്ത നിലയിൽ. ഇത് മതേതര കേരളത്തിലാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പറഞ്ഞ ആചാര്യന്റെ പ്രതിമയ്ക്ക് നേരെയാണ് ഇരുട്ടിന്റെ മറവിലെ ഈ പിതൃശൂന്യത കാണിച്ചത് CPM ആണ്. പ്രതി അഭിജിത്തിന് പ്രതിമ തകർക്കാനുള്ള എല്ലാ ഒത്താശയും ചെയ്തത് CPM വാർഡ് മെമ്പർ സുരേഷ് കുമാർ. എന്നിട്ടും MLA വി ജോയിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതി RSS BJP പ്രവർത്തകർ. ആരാണ് അഭിജിത്ത് എന്നും ആരാണ് സുരേഷ് കുമാർ എന്നും ബഹുമാനപ്പെട്ട MLAയ്ക്ക് അറിയാതെയല്ല. സ്വന്തം പാളയത്തിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ എതിരാളികളെ പഠിക്കുന്നത് ഇടതിന്റെ ഏറ്റവും വലിയ തമാശയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉൾപ്പെടെ CPM ശക്തി കേന്ദ്രങ്ങളായിരുന്ന വിവിധ പഞ്ചായത്തുകളിൽ കനത്ത വീഴ്ച നേരിട്ട CPMനെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അടിപ്പിഴയ്ക്കുമോ എന്ന് നല്ല ഭയമുണ്ട്. അതുകൊണ്ടാണ് CPMന്റെ ആലയിലെ വർഗീയതയ്ക്ക് മൂർച്ച കൂട്ടി ഇത്തരമൊരു ചെറ്റത്തരം കാണിച്ചത്. ശ്രീനാരായണീയർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ CPM അണിയറയിൽ നടത്തിയതിന്റെ റിഹേഴ്സലാണ് പള്ളിച്ചലിലെ ഗുരുദേവന്റെ പ്രതിമയ്ക്ക് നേരെയുണ്ടായ ആക്രമണം. വ്യാജാരോപണങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരത്തെ ഹൈന്ദവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനും SNDP വോട്ടുകൾ തങ്ങളുടെ അക്കൌണ്ടിലേക്ക് ഒഴുക്കാനുമുള്ള നിഗൂഢമായ മാസ്റ്റർ പ്ലാനാണ് ഇവിടെ നടപ്പിലാക്കുന്നത്.